കോളേജ് വിദ്യാർത്ഥികളെ രാജ്യസ്നേഹികളായ ഉത്തമ നേതാക്കളാക്കി NCC സമൂഹത്തിന് സംഭാവന ചെയ്തു വരുന്നു. ഏകതയും അച്ചടക്കവും എന്നതാണ് NCCയുടെ മുദ്രാവാക്യം. ഇന്ത്യൻ പാർലമെന്റ് 1948 പാസാക്കിയ നിയമപ്രകാരം ഇന്ത്യൻ ഡിഫൻസ് മന്ത്രാലയത്തിന് കീഴിൽ സ്ഥാപിതമായതാണ് NCC. വിദ്യാർത്ഥികളെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളവരാക്കാൻ NCC സഹായിക്കുന്നു. ഒരുമ, അച്ചടക്കം, നിസ്വാർത്ഥ സേവനം, സാഹസികത, രാഷ്ട്രബോധം, നിശ്ചയദാർഢ്യം തുടങ്ങിയ അനവധി ഗുണങ്ങൾ NCC കേഡറ്റ് പഠിക്കുന്നു. ഇത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവരും. കമ്മ്യൂണിറ്റി സേവനത്തിലൂടെ യുവാക്കളുടെ ശക്തിയെ സമൂഹത്തിനും രാജ്യത്തിനും ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന തരത്തിൽ തിരിച്ചുവിട്ട് മാതൃകാ പൗരന്മാരാക്കുന്നു. ഇവർ പരിസ്ഥിതി സംരക്ഷക പ്രചാരകരും അത്യാഹിതങ്ങളിൽ സഹായികളുമാകുന്നു. സൈന്യ സേവന സ്വപ്നമുള്ള കേഡറ്റുകൾക്ക് പ്രത്യേക റിസർവേഷനുകൾ, അടിസ്ഥാന സൈനിക കഴിവുകൾ NCCയിൽ പഠിപ്പിക്കുകയും സ്വന്തം രാജ്യത്തെ സേവിക്കാൻ അവരെ പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ NCC യുവ മനസ്സുകളെ രൂപപ്പെടുത്തുന്നു, മൂല്യങ്ങൾ പഠിപ്പിക്കുന്നു, രാജ്യത്തെ സേവിക്കുന്നതിൽ അഭിമാനമുള്ള ഉത്തമ പൗരന്മാരെ സൃഷ്ടിക്കുന്നു, സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നേതാക്കളാകാൻ പ്രാപ്തിയുള്ള വീക്ഷണബോധ്യമുള്ളവരെ സൃഷ്ടിക്കുന്നു. NCC കൊണ്ടുള്ള ഗുണങ്ങൾ. സേനാപ്രവേശം. NCC കേഡറ്റുകൾക്ക് ലഭിക്കുന്ന അടിസ്ഥാന പരിശീലനം സേനാപ്രവേശനത്തിനും ഗുണമാകുന്നു. NCC C സർട്ടിഫിക്കറ്റ് ഉടമകൾക്ക് സായുധ സേനയിലെ ഓഫീസർ റാങ്കുകളിലേക്ക് ഓൾ ഇന്ത്യ മത്സര പരീക്ഷ എഴുതാതെ നേരിട്ട് പ്രവേശിക്കാം. സായുധ സേനയിലെ മറ്റു റാങ്കുകളിലേക്ക് NCC B C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രത്യേക സംവരണവും ലഭിക്കുന്നു. നമസ്കാരം, ഞാൻ ലഫ്റ്റനന്റ് നന്ദുസ്കി. ഞാൻ ടു കേരള ബറ്റാലിയൻ NCCയുടെ കീഴിലെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ 2018-21 കാലയളവിലെ NCC അംഗമായിരുന്നു. ഞാൻ അവിടെ സീനിയർ അണ്ടർ ഓഫീസറും ആ സമയത്ത് തന്നെ തൽസൈനിക് ക്യാമ്പ് ഡൽഹി അറ്റൻഡ് ചെയ്യുകയും അതിലൊരു ഗോൾഡ് മെഡൽ നേടുകയും ഉണ്ടായി. ആ കാലയളവിലാണ് എനിക്ക് ആർമിയിലോട്ടുള്ള ഓഫീസർ എൻട്രിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. NCC വഴിയുള്ള എൻട്രി, ബാക്കി എക്സാംസ് വഴിയുള്ള എൻട്രി. എനിക്കിവിടെ NCC എൻട്രി വഴിയുള്ള ഓഫീസർ എൻട്രി ക്ലിയർ ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് 9 ലെഫ്റ്റനൻറ്റ് ഓഫീസറായി ആർട്ടിലറി റെജിമെൻറ്റിൽ നിയമിക്കപ്പെടുകയുണ്ടായി. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വ്യക്തമായിട്ടുള്ള ഒരു ധാരണയും എങ്ങനെയൊക്കെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് ക്ലിയർ ചെയ്യാവുന്നതേ ഉള്ളൂ. NCC വഴി ഈ ഗ്രേസ് മാർക്കിനെക്കാട്ടും ഉപരി അതുവഴി ഒരു ജോലി അല്ലെങ്കിൽ അതുവഴിയുള്ള NCC എൻട്രി ഇതൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ജോലി നേടാൻ കഴിയും. ഓഫീസർ, ലെഫ്റ്റനൻറ്റ് ഓഫീസർ, ഇതിൻ്റെ അകത്ത് തന്നെ മിലിറ്ററി നഴ്സിംഗ് സർവീസ്, ഇതിൻ്റെ അകത്ത് തന്നെ ഗേൾ കാഡറ്റ് ഇൻസ്ട്രക്ടർ, ഇങ്ങനെയുള്ള ജോലിയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോഴേ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇതും അസാധ്യമല്ല, നിങ്ങൾക്ക് ഇത് നേടാവുന്നതേ ഉള്ളൂ. എൻ്റെ പേര് അനുരാജ് എന്നാണ്. ഞാൻ ഇവിടെ S4 മെക്കിൽ പഠിക്കുകയാണ്. എനിക്ക് ആർമി സെലക്ഷൻ കിട്ടാൻ ഒന്നാമത്തെ കാര്യം ഈ NCC ആണ്. കാരണം B സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ എന്നെ ക്വാളിഫൈ ആവാൻ പോലും ചാൻസ് ഇല്ല. ഇപ്പം എല്ലാം പാസ്സായി, ഫിസിക്കലി കിട്ടണം, പാസ്സായവർ പോലും കിട്ടണമെന്നില്ല. ഭയങ്കര കോമ്പറ്റീറ്റീവ് ഫീൽഡ് ആയതുകൊണ്ട് കിട്ടാനും ചാൻസ് കുറവാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഒരു സർട്ടിഫിക്കറ്റ് ഇല്ലാതെ എനിക്ക് റിട്ടേൺ എക്സാമിൽ പോയായിരുന്നു. അന്ന് ചിലപ്പം ഇതേപോലെ B സർട്ടിഫിക്കറ്റോ NCCയുടെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ കിട്ടിപ്പോയായിരുന്നു. ജയ്ഹിന്ദ്, എൻ്റെ പേര് അത്രവെന്നാണ്. ഞാൻ ആർമിയിൽ സെലക്റ്റായി, വളരെ സന്തോഷം. NCC ആണ് എൻ്റെ ബേസ്. ആർമി ജോയിൻ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആയാലും എന്തായാലും. സോ വെരി ഹാപ്പി ടു. ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ NCCയിൽ ജോയിൻ ചെയ്ത കാരണമാണ് അതുണ്ടായത് തന്നെ. നിലവിൽ NCCയിലുള്ളവരെ തന്നെ ഈ കോഴ്സിലോട്ട് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. എൻ്റെ പേര് അഭിജിത്ത് AS. ഞാൻ CBTCയിൽ സെക്കൻഡ് ഇയർ ട്രിപ്പിൾ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് എയർഫോഴ്സ് സെലക്ഷനായി. NCCയുടെ ഭാഗമായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ വളരെ സന്തോഷമുണ്ട് ഇന്ത്യൻ ആംഡ് ഫോഴ്സിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. മറ്റു സർക്കാർ ജോലി സാധ്യതകൾ. വിവിധ സംസ്ഥാന സർക്കാർ ജോലികളിലേക്ക് NCC B C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് പ്രത്യേക സംവരണം. പ്രത്യേകിച്ച് സെൻട്രൽ, സംസ്ഥാന പോലീസിലും അർദ്ധസൈനിക വിഭാഗങ്ങളിലും പ്രത്യേക സംവരണം. ഉന്നത വിദ്യാഭ്യാസം. അഡ്മിഷൻ സമയത്തും മത്സര പരീക്ഷകളിലും
NCC സർട്ടിഫിക്കറ്റ് ഉടമകൾക്ക് റിസർവ്ഡ് സീറ്റുകൾ അല്ലെങ്കിൽ ബോണസ് മാർക്കുകൾ തുടർ പഠനത്തിന് ലഭിക്കുന്നു. സാമൂഹിക അംഗീകാരം. NCC സർട്ടിഫിക്കറ്റുകൾ ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെടുകയും പലപ്പോഴും അഭിമാനകരമായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് ഒരാളുടെ സാമൂഹിക നിലയും കമ്മ്യൂണിറ്റികൾക്കുള്ളിലെ അംഗീകാരവും വർദ്ധിപ്പിക്കുന്നു. നെറ്റ്വർക്കിംഗ്. വിവിധ മേഖലകളിലുള്ള പ്രൊഫഷണലുകളുമായും നേതാക്കളുമായുള്ള സൗഹൃദം NCC പൂർവ്വ വിദ്യാർത്ഥി നെറ്റ്വർക്കുകൾ നൽകുന്നു. ഇത് മെന്റർഷിപ്പിലേക്കും തൊഴിൽ അവസരങ്ങളിലേക്കും വാതിലുകൾ തുറക്കുന്നു. ഫിസിക്കൽ ഫിറ്റ്നസ്. പതിവ് എക്സസൈസസ്, സ്പോർട്സ്, ഔട്ട്ഡോർ ആക്ടിവിറ്റികൾ എന്നിവയിലൂടെ NCC ശാരീരികക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നു. മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും ക്ഷേമത്തിനും സംഭാവന നൽകുന്നു. ദേശസ്നേഹം വളർത്തുന്നു. രാജ്യസ്നേഹികളായ പൗരന്മാരാണല്ലോ ഏതൊരു രാജ്യത്തിൻ്റെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാനം. കേഡറ്റുകൾ രാഷ്ട്രത്തെ സേവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്ന പ്രവർത്തനങ്ങളിലൂടെ രാജ്യസ്നേഹത്തിൻ്റെ ശക്തമായ ബോധം വളർന്നു വരുന്നു. സാമൂഹിക നൈപുണ്യവും ടീം വർക്കും. കേഡറ്റുകൾ ഒരു ടീമിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാനും ഫലപ്രദമായി ആശയവിനിമയം നടത്താനും വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സമപ്രായക്കാരുമായി സഹകരിക്കാനും പഠിക്കുന്നു. ഭാഷയും ജീവിത രീതികൾക്കും ഉപരിയായ ഐക്യം. YEB പോലുള്ള ക്യാമ്പുകളിൽ നിന്ന് മറ്റു പ്രദേശങ്ങളിലെ ഭാഷയും ജീവിത രീതിയും കാണാനും അറിയാനും ഉൾക്കൊള്ളാനും സാധിക്കുന്നു. The boots are waiting for your stamping. ജയ് ഹിന്ദ്.